ചില മനുഷ്യന്മാർ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ദുബായിലൊരു ബില്യണറെ കാണാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ പോകുന്നു. അരമണിക്കൂറിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഒരിക്കലും പോലും അദ്ദേഹം ഫോൺ ഉപയോഗിച്ചില്ല, മറ്റുള്ള ആളുകളോട് സംസാരിച്ചില്ല. ആ ഒരു മണിക്കൂർ നമ്മളോട് തന്നെ സംസാരിച്ചു. ദുബായിലെ വലിയൊരു ഇൻവെസ്റ്ററാണ്, ബില്യണയറാണ്, ഒരുപാട് ആസ്തികളുണ്ട്, 6-7 പ്രൈവറ്റ് ജെറ്റ് തന്നെ സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹം ഒരു പൈലറ്റ് കൂടിയാണ്. സ്വയം ഫ്ലൈറ്റ് ഓടിച്ചിട്ടാണ് പലപ്പോഴും അയാൾ യാത്ര തന്നെ ചെയ്യാറ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ കഴിഞ്ഞ 6 മാസമായിട്ട് താമസിക്കുന്നത് സൗത്ത് സുഡാനിലെ വളരെ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജിലാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂർ യാത്രയാണ്. പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടില്ല, നല്ല റോഡുകളില്ല. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് എഫേർട്ട് എടുത്തിട്ട് അദ്ദേഹം അവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അയാൾക്കും അയാളുടെ വരുന്ന ഒരുപാട് തലമുറകൾക്കും ജീവിക്കാനുള്ളതൊക്കെ അത്രയും ആസ്തി അയാൾക്കുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾ റിസ്ക് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റിനും ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കലല്ല പ്രധാനം. ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്തൊരു ലഹരിയാണ്.